അപ്പം ഞാൻ ഇപ്പാൻ്റെ ബീഫിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതിന് ബീഫ് ഒരു 3/4 വേവിച്ച് നല്ലോണം ഒന്ന് റോസ്റ്റാക്കി എടുക്കുക. നല്ലോണം റോസ്റ്റായി വന്നിട്ട് നമുക്കിത് എണ്ണയിൽ കോരിയെടുക്കുക. ഈ ബീഫിക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും കൂടെ ആഡ് ചെയ്തിക്കാണ്ട് വേവിച്ച ബീഫാണ്. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഡ്രൈ റോസ്റ്റ് ആയിട്ട് എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഇതിൽ ആഡ് ചെയ്യേണ്ടത്. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴുള്ള ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടും. ഇഞ്ചി നീളത്തിലരിഞ്ഞതും വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ചെറിയുള്ളി വെല്ലുള്ളിയും കൂടെ ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുത്ത് ഒരു തക്കാളി അരിഞ്ഞ് ചേർക്കാം. തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർത്തിട്ട് ഒന്ന് നല്ലോണം വഴറ്റാം. വഴണ്ട് വരുമ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ചാൽ പെട്ടെന്നാവുമല്ലോ. ഇതിക്ക് ഈ മസാലയ്ക്ക് മാത്രം ആവശ്യമുള്ള ഉള്ളിക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് ക്രഷ് ചെയ്ത് വെച്ച ചില്ലി ഫ്ലെക്സും പെപ്പർ പൊടി ഗരം മസാലയും കൂടെ ആഡ് ചെയ്യാം. നല്ലോണം ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ എണ്ണയിലാവുകൊണ്ട് തന്നെ പെട്ടെന്ന് മൂത്ത് വരും. ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ട് നമുക്ക് കൂട്ടി മിക്സ് ചെയ്ത് ബീഫ് ഇട്ട് അടിപൊളിയായിട്ട് സെർവ് ചെയ്യാം. ഇവിടെ ഞാൻ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തത്. അപ്പോൾ അത് അടിപൊളിയായിട്ടുള്ളൊരു ബീഫ് റോസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കും. അപ്പോൾ അത്രക്കും ടേസ്റ്റിയാണ്. ഇപ്പോൾ റെസിപ്പി എന്ന് പറഞ്ഞാൽ അത്ര ടേസ്റ്റിയാണ്. പിന്നെ ഫൈനലായിട്ട് നമ്മൾ നാരങ്ങ നീരും ക്യാപ്സിക്കനും കറിവേപ്പിലയും മല്ലിച്ചപ്പിൻ്റെ ഇലയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തത് സംഭവം സെറ്റായി. നാരങ്ങ നീര് ആഡ് ചെയ്യുമ്പോൾ തന്നെ ഇത് നല്ലോണം ഡ്രൈ ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് ഡ്രൈ റോസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കിട്ടോ. അടിച്ചപ്പൊളി ടേസ്റ്റാണ്. അപ്പം അതിൻ്റെ റെസിപ്പി തിന്നാനും വേണൊരു ഭാഗ്യം എന്നറിയില്ലേ, അങ്ങനെ ഒരു ഭാഗ്യമുള്ള മക്കളാണ് ഞങ്ങൾ. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം അത്രയും ഫുഡ് ഉണ്ടാക്കി തരും. ഇപ്പോൾ ഗൾഫിലായിരുന്ന ടൈം ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പം സ്പെഷ്യൽ ബിരിയാണി, നെയ്ച്ചോറ് എല്ലാം മധുഹൂത്തൊക്കെ ഇപ്പം പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇനി അവിടെ പോകുമ്പോൾ ഇപ്പം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരണ്ട. അത്ര ടേസ്റ്റാണ്, അടിപൊളിയാണ്. നിങ്ങളൊക്കെ അതേപോലെ ഉണ്ടാക്കി നോക്കി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അത്ര ടേസ്റ്റിലൊരു ഫുഡ് കഴിക്കാനും വേണം പറയില്ലൊരു ഭാഗ്യം. ആ ഭാഗ്യം ഞങ്ങൾക്കുണ്ട്. അപ്പം അടിപൊളിയായിട്ടുള്ളൊരു ബീഫാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ. ഇതിൻ്റെ കൂടെ ഞങ്ങൾ നെയ്ച്ചോറ് കുഞ്ഞാത്താൻ്റെ റെസിപ്പിയാണ്. അത് പിന്നെ എല്ലാവരും ഉണ്ടാക്കണ പോലെ അടിപൊളിയായിട്ട് വെക്കും. ഓക്കെ, ബൈ.